ഇന്ന് യേശുക്രിസ്തുവിൻ്റെ യുണീക്നെസ്, യേശുക്രിസ്തുവിൻ്റെ വ്യത്യസ്തത എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എന്താണ് യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തൻ ആക്കുന്നത്? യേശുക്രിസ്തു മറ്റുള്ളവരിൽ ഒന്നല്ല. ഹി ഈസ് നോട്ട് വൺ എമംഗ് ദ മെനി. പല വഴികളിൽ ഒന്നല്ല, പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനല്ല. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യത്തിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു അല്ലാതെ പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ മനുഷ്യർക്ക് വേറൊരു വഴിയും ഇല്ല. രക്ഷിക്കപ്പെടുവാൻ, മോക്ഷം ലഭിക്കുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ, നിത്യജീവൻ അവകാശിയായി തീരുവാൻ യേശുക്രിസ്തു അല്ലാതെ വേറൊരു വഴിയില്ല. എന്താ യേശുവിൻ്റെ വ്യത്യസ്തത? യേശു മറ്റുള്ളവരിൽ നിന്ന് ഏത് കാര്യത്തിലാണ് വ്യത്യസ്തനായിരിക്കുന്നത്? ഒന്ന്, യേശുവിൻ്റെ ജനനം വ്യത്യസ്തമായിരുന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാവ് 7 അധ്യായം 14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത എന്താ? അത് കന്യകയിൽ ഉരുവായ ജനനമാണ്. കന്യകയിൽ ഒരു ശരീരം ജഡം ധരിച്ചു. അതാണ് യേശു ക്രിസ്തു. എപ്രകാരമായ കന്യക ഗർഭം ധരിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 35 വാക്യത്തിൽ നാം വായിക്കുന്നു, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് ദൈവത്തിൻ്റെ പുത്രനാണ്, കാരണം ഇത് ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ ഒരു കന്യകയായ സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശരീരം ഉരുവായി. അതാണ് യേശു. അതുകൊണ്ടാണിത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ ജനനത്തിനുള്ള വ്യത്യസ്തത കന്യകയിൽ ഉരുവായി. രണ്ടാമത്, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത എന്താണ്? യേശുവിൻ്റെ ജീവിതം മറ്റ് മനുഷ്യരെ പോലെയല്ല. യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത, പാപമില്ലാത്ത ഒരു മനുഷ്യൻ മാത്രമേ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അത് യേശുവാണ്. 1 യോഹന്നാൻ 3 അധ്യായം 5 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപം ഇല്ല. അവനിൽ പാപമില്ല. അതാണ് യേശുവിൻ്റെ ജീവിതം മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തത. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത, ഇൻ ഹിം there is no sin. അവനിൽ പാപമില്ല. സകല മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് വചനത്തിൽ നാം വായിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് പറയുന്നു, അവനിൽ പാപമില്ല. മൂന്നാമത്, യേശുവിൻ്റെ വ്യത്യസ്തത എന്താണ്? യേശുവിനെ മരണത്തിന് പിടിച്ചടക്കുവാൻ സാധിച്ചില്ല. പാപം മൂലമാണ് മനുഷ്യൻ മരണം. എന്നാൽ യേശുവിൽ പാപമില്ലാതിരുന്നത് കൊണ്ട് യേശുവിൻ്റെ മരണം ഒരു താൽക്കാലികമായിരുന്നു. യേശു മരിച്ചത് നമ്മുടെ സകല മനുഷ്യരുടെയും പാപങ്ങളെ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ താൻ നൽകി. എന്നാൽ അവനിൽ പാപം ഇല്ലായിരുന്നത് കൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം 24 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത, മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ സാധിച്ചില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത, അവൻ കന്യകയിൽ ജനിച്ചു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത, അവനിൽ പാപമില്ല. യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത, യേശു മരിച്ചു, എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല, മരണസമയത്ത് ഒരത്ഭുതം സംഭവിച്ചത് എന്താ? മറ്റു മരണങ്ങളിൽ നിന്ന് യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത, യേശു തന്നെയാണ് തൻ്റെ ആത്മാവിനെ പറഞ്ഞയക്കുന്നത്. നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ വഹിച്ച് തൻ രക്തം ചിന്തി തൻ്റെ ആത്മാവിനെ താൻ തന്നെ പറഞ്ഞയക്കുക ചെയ്തത്. എന്നാൽ അത് ഒരു താൽക്കാലികമായിട്ടുള്ള മരണമായിരുന്നു. ഇന്ന് നാം സംസാരിക്കുമ്പോൾ, ഇന്ന് നാം ഇവിടെ ജീവിക്കുമ്പോൾ, നമ്മെ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മെ കണ്ടുകൊണ്ട്
നമുക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട്, നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇന്ന് യേശു കർത്താവ് ജീവനോടെ ഇരിക്കുന്നു. മാത്രമല്ല, ഈ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് വീണ്ടും വരും. ഇന്ന് രാജാതിരാജാവാണ്. അന്ന് യേശു ഒരു ഉണ്ണി ഈശോവായിട്ട് ജനിച്ചു, ഒരു ദാസനെ പോലെ ജീവിച്ചു, ഒരു ദാസനെ പോലെ മരിച്ചു, ക്രൂശിൽ മരിച്ചു. എന്നാൽ ഇന്ന് യേശു ഉണ്ണി ഈശോ അല്ല, യേശു ക്രൂശിൽ കിടക്കുകയല്ല, യേശു മുറിവേറ്റിരിക്കുകയല്ല. പിന്നെയോ ഇന്ന് യേശു രാജാതിരാജാവായി വാഴുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഇന്ന് യേശു കർത്താവിൻ്റെ മേലാണ്. ഇന്ന് യേശു വീണ്ടും വരും. ഹി വിൽ കം ബാക്ക് ആസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. അന്ന് യേശു ഒരു ദാസനായിരുന്നു, ഇന്ന് യേശു ഒരു ന്യായാധിപനാണ്. ഇനി ലോകത്തെ ന്യായം വിധിക്കുവാൻ പോകുന്ന വ്യക്തി യേശു കർത്താവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പിതാവായ ദൈവം ന്യായവിധിയെല്ലാം പുത്രനായ യേശു കർത്താവിന് കൈമാറി. അപ്പോൾ ഇനി ന്യായം വിധിക്കുവാൻ പോകുന്നത്, അന്ത്യനാളിലുള്ള ന്യായാധിപനായി നിൽക്കുന്നത്, ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമ്മുടെ അഡ്വക്കേറ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യേശു കർത്താവ് അന്ന് അഡ്വക്കേറ്റ് എന്നുള്ള പൊസിഷൻ മാറ്റിയിട്ട് തൻ്റെ പൊസിഷൻ ഒരു രാജാവിൻ്റെ, ഒരു ന്യായാധിപൻ്റെ സീറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് യേശുവിൻ്റെ കല്ലറ ശൂന്യമായി കിടക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ, യേശുക്രിസ്തു ചെയ്ത ആ പ്രായശ്ചിത്ത യാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപം ചെയ്യാതെ ജീവിച്ച് നാം ഏൽക്കേണ്ട ശിക്ഷ താൻ ഏറ്റതുകൊണ്ട് ആ ശിക്ഷയുടെ വെളിച്ചത്തിലാണ്, ആ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലാണ്, ആ രക്തത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു പല നാമങ്ങളിൽ ഒന്നല്ല, പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനല്ല. കാരണം എന്താ? യേശു മാത്രമേ ഉള്ളൂ പാപം ചെയ്യാതെ ജീവിച്ചത്. പിതാവിന് പ്രസാദകരമായ ജീവിതം ജീവിച്ച ഒരേ ഒരു മനുഷ്യനെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണ്? പാപമില്ലാത്ത ജീവിതം. അവനിൽ പാപമില്ല. ഇന്ന് ആ പ്രായശ്ചിത്തയാഗത്തിൽ നാം വിശ്വസിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം റിസീവ് ചെയ്താൽ മാത്രമേ യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രയോജനം നമുക്കുണ്ടാവുകയുള്ളൂ. യേശു കർത്താവിൻ്റെ 2-ാം വരവെങ്കിൽ നാം കർത്താവിൻ്റെ കൂടെ വാഴണമെങ്കിൽ, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം എന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കർത്താവായി തീരണം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷ, അല്ലെ പാപക്ഷമ, അല്ലെ സ്വർഗരാജ്യം ഈസ് കണ്ടീഷണൽ. എന്തായാലുള്ള കണ്ടീഷൻ? ഒരേ ഒരു കണ്ടീഷൻ. ആ കണ്ടീഷൻ ഇപ്രകാരമാണ്: യേശു നിന്റെ കർത്താവ് എന്ന് നീ വായ്കൊണ്ട് ഏറ്റുപറയണം. മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, യേശു വീണ്ടും വരും എന്നുള്ള സത്യം നാം വിശ്വസിക്കണം. വി നീഡ് ടു ബിലീവ് ആൻഡ് ഡിക്ലെയർ ആൻഡ് കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് യുവർ ലോർഡ്. ഇതാണ് നമ്മുടെ പ്രതികരണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രതികരണം. മോക്ഷം ലഭിക്കുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ, പാപക്ഷമ ലഭിക്കുവാനായിട്ട് നാം ചെയ്യേണ്ടത് വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക.